സ്റ്റാർട്ട്. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് 9/8/2024 നമ്മൾ ദുബായിൽ പോളോ ക്ലബിലെ സ്വിമ്മിംഗ് പൂളിലാണ്. നമ്മൾ മെനയാന്ന് വീഡിയോ എടുത്തിരുന്നു. നിങ്ങളെനിക്കൊന്നൊരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചവരായിരുന്നു. ഇന്ന് നമുക്ക് ഒരാളിനെയും കൂടി, ഒരു ഫ്രണ്ടിനെ അല്ലേ, ഒരു കസിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട്, കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല, 10 മിനിറ്റ് കൊണ്ട് പഠിച്ചിരുന്നു അല്ലേ. എന്തായാലും നിങ്ങളുടെ അനുഭവം എന്ന് പറയാം, പരിചയപ്പെടുത്തിയിട്ട് പേരും പറഞ്ഞു. അതെനിക്കൊരു എൻ്റെ ഒരു ഷറഫ്, എനിക്കൊരു പുതിയൊരു അനുഭവമായിരുന്നു. അതിങ്ങനെ സാധാരണ സ്വിമ്മിംഗ് പൂളിൽ ചാടും, പക്ഷേ നീന്താൻ ഇതുവരെയും പഠിച്ചിട്ടില്ലേ. അപ്പോൾ ഒരു 10-12 മിനിറ്റിനുള്ളിൽ എന്താണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഞാനിപ്പോൾ അത് നീന്താൻ പഠിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ ഓക്കെ വെരി ഗുഡ്. എന്തായാലും എൻ്റെ മാനം കാത്തു, 10 മിനിറ്റ് കൊണ്ട് ചെയ്തു. ഇന്ന് എനിക്ക് ഞാൻ ഇവിടുത്തെ പ്രചോദനം കിട്ടിയിട്ടാണ് ഞാൻ ഇന്ന് പിന്നെ മാസിൻ്റെ പിന്നെ പൂളിലേക്ക് ഇന്ന് പോയത്, മാസിൻ്റെ പ്രോഗ്രാമിന് പോയത്. അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്നുള്ള പ്രചോദനം കിട്ടിയിട്ട് ഇന്ന് അവിടെ പോയിട്ട് എനിക്കൊരു 10-50 പേരെ പഠിപ്പിക്കാനായിട്ട് പറ്റി. പഠിപ്പിക്കാനൊന്ന് പരിചയപ്പെടാം, ചെറിയ മക്കളൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇപ്പം കിട്ടിയത് വെച്ചിട്ട് ഇവിടെ ഉപയോഗപ്പെടുത്തി. അപ്പോൾ എനിക്ക് വന്നൊരു 10 മിനിറ്റ് കൊണ്ട് സംഗതിയായി. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒന്ന് നീന്തി ഒന്ന് കാണിച്ചു കൊടുത്തു, അവിടെ നിന്ന് അങ്ങോട്ട് നീന്തിക്കുക. റെഡി പോട്ടെ. ഇന്നിപ്പം പഠിച്ച ആളാണ്. എത്രയേ എടുത്തുള്ളൂ? 10 മിനിറ്റേ എടുത്തുള്ളൂ. യെസ്, വെരി ഗുഡ്. ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബിജു. ഓക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ബാങ്കിലാണ് ഇവിടെ. ഓക്കെ ഓക്കെ. എന്താണ് അനുഭവം നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി? എന്താ പറയുകയെന്ന് പറഞ്ഞാൽ, ഞാനും ഇതുപോലെ പൂളിലൊക്കെ ചാടി മറിഞ്ഞു നീന്തി എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊന്നും അല്ല നീന്തലെന്ന് മനസ്സിലാക്കിയത് ചാൽ സാറ് പറഞ്ഞു തന്ന ടെക്നിക്കും ബാക്കി കാര്യങ്ങളും ഒക്കെ വച്ചിട്ടാണ്. ഇപ്പം എങ്ങനെ ആയാസരഹിതമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് നീന്താമെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കത് വളരെ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഫ്ലോട്ടിങ്ങിൻ്റെ 1 മണിക്കൂർ പ്രകടനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. എന്തായാലും നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ടൊന്ന് നീന്തി ഒന്ന് കാണിച്ചു കൊടുക്കാം. പോട്ടെ റൈറ്റ് സ്റ്റാർട്ട്. യെസ്. ഓക്കെ, മോനാണ് എൻ്റെ ബിജു, ആസിഫ് ബിജുമാൻ. ഓക്കെ, എവിടെ സ്കൂളിൽ പഠിക്കുന്നത്? അങ്ങനെ അഭിപ്രായമൊക്കെ എന്ന് പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഗൾഫ് ബോർഡ് സ്കൂൾ, ഗൾഫ് ബോർഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട്? എന്തുണ്ട് അനുഭവം പറയാനായിട്ട്? പറയാനാണെങ്കിൽ നമ്മൾ വാട്ടർ പാർക്കിലൊക്കെ പോകുമ്പോൾ ഈ സ്വിമ്മിങ് ചെയ്യുന്ന കുറേ റൈഡ്സ് ഉണ്ടാവും. മറ്റേ സ്ലൈഡിങ് മാത്രം അല്ലാത്ത സ്വിമ്മിങ്ങിനായിട്ടല്ലേ, മോട്ടോർ സ്വിമ്മിങ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് ചാടാൻ വേണ്ടി ഒരു ഫിയർ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് തന്നെയാണ്. ജസ്റ്റ് ബേസിക് മാത്രം ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് 6 മാസം ഇരുന്ന് പഠിച്ചിട്ട് ബേസിക് മാത്രം നമ്മളെ കൊണ്ട് പറ്റും. 6 മാസം ആയിരുന്നു. 6 മാസം പോയിട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ പകുതിയാണ് പോയത്. 6 അല്ല 3 മാസം. ഇവിടുത്തെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് വീഡിയോ അനുഭവം എന്ന് പറഞ്ഞാൽ പുതിയൊരു, ആദ്യമേ നമ്മളെ ബേസിക് അല്ല പഠിപ്പിക്കുന്നത്. ഇവിടെ കറക്റ്റ് എങ്ങനെ പഠിച്ചതിന്റെ അനുഭവം അങ്ങനെ പഠിച്ചതിന്റെ അനുഭവം പറഞ്ഞാൽ അടിപൊളി, അത്രേ ഉള്ളൂ. കൂടുതൽ വാക്കുകളില്ല. ഓക്കെ, എന്തായാലും ഒന്ന് നീന്തി നോക്കി ഇന്ന് കാണട്ടെ. ഓക്കെ പോട്ടെ. റൈറ്റ്. അടുത്ത മോനോ എങ്ങനെയുണ്ട്? മുഹമ്മദ് ഹാഫിസ്. ഞാൻ 5ാം ക്ലാസ് ഗൾഫ് ബോർഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം നീന്തി പഠിച്ചപ്പോൾ ഇവിടെ ആദ്യമേ പറയുന്നത് ഫ്ലോട്ട് എങ്ങനെ ചെയ്യാളെ, ഡീപ്പിലൊക്കെ പോകുമ്പോൾ മോൻ്റെ ഒരു ഫ്ലോട്ടിംഗ് പഠനമൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി വന്നിട്ട് എന്തായാലും ഒന്ന് നീന്തി കാണിച്ചു കൊടുക്കാം. ഓക്കെ, റൈറ്റ് പോട്ടെ. റൈറ്റ് സ്റ്റാർട്ട്. സൂപ്പർ. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് നിങ്ങളിനി പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ ലക്ഷ്യം ഇതല്ല, നിങ്ങൾ 1 കിലോമീറ്റർ കൂടുതൽ ആയാസരഹിതമായിട്ട് നീന്തി കായലും പുഴയും കടലും ഒക്കെ നീന്താൻ പ്രാപ്തമാകണമെന്നുള്ളതാണ്. ഇത് നമ്മുടെ ബെൻസൺ സാറാണ് നിങ്ങളെന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് തന്നത് അല്ലേ? അതെ. എന്തായി കഴിഞ്ഞാൽ ബെൻസൺ സാറിനെ ഇവിടെ ഇതിലേക്ക് അടുപ്പിച്ചത് നമ്മുടെ അനീഷ് ഡോക്ടറായിരുന്നു. അനീഷ് ഡോക്ടറാണ് കിംസിലെ. അതെ. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സാർ.